ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാര്? ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം ചെയ്യുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. ധർമ്മസഭ സ്ഥാപിച്ചത് ആര്? ധർമ്മസഭ സ്ഥാപിച്ചത് ആര്? രാജാ രാധാകാന്ത് ദേവ്. രാജാ രാധാകാന്ത് ദേവ്. ധർമ്മസഭ സ്ഥാപിച്ചത് ആര്? രാജാ രാധാകാന്ത് ദേവ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത്? പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. 2008 IT ആക്ട് 66A ഡാഷ് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2008 IT ആക്ട് 66A ഡാഷ് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. 2008 IT ആക്ട് 66A ഡാഷ് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി. ബംഗാളിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ബംഗാളിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. ബംഗാളിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം? കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ?
ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ KN രാജ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? താർ മരുഭൂമി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ലക്ഷദ്വീപ്. ചോദ്യങ്ങളൊന്നുകൂടി ആവർത്തിക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെ? വാഗ്ബടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. താഴെ പറയുന്നവയിൽ മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം. ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. ധർമ്മസഭ സ്ഥാപിച്ചത് ആര്? രാജാ രാധാകാന്ത് ദേവ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. 2008 IT ആക്ട് 66A ഡാഷ് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി. ബംഗാളിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ KN രാജ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ലക്ഷദ്വീപ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.